ഞാനിന്ന നീ മയാനാവാനിന്റെ അനുവാനിയാലോന്ന് ഞാൻ പറഞ്ഞ എന്നെ എന്റെ ജീവൻ ആണ് അങ്ങനെ ഞാൻ മാലിനാവാൻ പോവാണോ നന്മമരമാവാൻ പോവാണോ? ഷാഫി പറയുന്നത് ഷാഫിയെ മന്ത്രിമാരെയോ MLA മാരെയോ ഒന്നും വിളിച്ചില്ല. കയ്യിൽ കിട്ടിയ പൈസയും സഹായിച്ച പൈസയൊക്കെ ആയിട്ട് പോകാൻ. എത്ര ഷർട്ടാണ് മേടിച്ചേ? ഒരുപാട് പേര് ഷാഫിയെ കളിയാക്കാറുണ്ടല്ലേ? നാട്ടിലുള്ളവരെ കളിയാക്കാറുണ്ടോ? നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടികൾക്കും ഈ ആഘോഷങ്ങളും അമ്പലമാകട്ടെ പള്ളിയാകട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളാകട്ടെ അവിടെയൊക്കെ പാട്ടും വേളമൊക്കെ ഉണ്ടെങ്കിൽ ഷാഫിയുടെ ഡാൻസ് ഉണ്ട് ഇല്ലേ ഷാഫി? അപ്പം 2 മുസല്ലയും 4 ഷർട്ടും ഒരു അരിയൊക്കെ ആയിട്ടാണ് അരി അവിടെ ചെന്നിട്ടാണ് വാങ്ങി ഷാഫി കൊല്ലം ജില്ലയിലെ അറ്റത്ത് കിടക്കുന്ന കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വയനാട്ടിലേക്ക് പോയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായപ്പോൾ ഒരുപാട് പേര് ഈ വയനാട്ടിലെ ജനതയെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ DYFI ഒക്കെ ചായക്കടയും ഈ കല്യാണ വീടുകളിൽ പോയി സഹായിച്ചും വിളമ്പാൻ പോയും ബിരിയാണി ചലഞ്ചും ഒക്കെ നടത്തി അവിടെ വീട് വെച്ച് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നു. യൂത്ത് കോൺഗ്രസ് ആയാലും യുവമോർച്ച ആയാലും അങ്ങനെ എല്ലാ സംഘടനകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ നാട്ടുകാരനായ ഒരാൾ, അയാൾക്ക് കുറേ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ തന്നാൽ കഴിയുന്ന ഒരു 4-5 ഷർട്ടുകളും ഒക്കെ വാങ്ങി, അതായത് കൂലിപ്പണി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വയനാട്ടിലേക്ക് യാത്ര പോയി. എൻ്റെ നാട്ടുകാരനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട്. അയാളെ ഒന്ന് പരിചയപ്പെടുത്താണ്. പേര് ഷാഫി എന്നാണ്. ഷാഫിയുടെ പ്രത്യേകതയൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഷാഫി വിശേഷം? വയനാട്ടിൽ പോയിട്ട് എന്തുണ്ട് വിശേഷം? എന്നാ വന്ന വയനാട്ടിൽ പോയിട്ട്? 3 ദിവസമായി. പോയിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു വയനാട്ടില്? 2 ദിവസം ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് ഷാഫി. ഷാഫിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രേക്ഷകർക്ക് അത് ഷാഫി പറയുന്നത് എത്രമാത്രം മനസ്സിലാകുമെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടികൾക്കും ഈ ആഘോഷങ്ങളും അമ്പലമാകട്ടെ പള്ളിയാകട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളാകട്ടെ അവിടെയൊക്കെ പാട്ടും വേളമൊക്കെ ഉണ്ടെങ്കിൽ ഷാഫിയുടെ ഡാൻസ് ഉണ്ട് ഇല്ലേ ഷാഫി? ഷാഫിയുടെ ഡാൻസ് കളിച്ചോണ്ട് നമുക്ക് തുടങ്ങിയാലോ? ഷാഫി ഡാൻസ് കളിക്കാമോ? ഷാഫി തന്നെ പാടി കളിക്കുമോ? ഞങ്ങൾ പാട്ട് പാടി തരണോ? ഞാൻ ഷാഫിയുടെ ഡാൻസും ഷാഫിയുടെ ഡാൻസൊക്കെ കാണുമ്പോൾ നമുക്കും കൂടെ കളിക്കാൻ തോന്നുന്നു. ഞാനിവിടെ കളിച്ചാലോ? വേണ്ട. ഓക്കെ ഷാഫി, എന്തുണ്ട് വിശേഷം നാട്ടില്? നന്നായിട്ട് പോന്നു. ഈ വയനാട്ടിൽ പോയിട്ട് അവിടെ എന്താ തോന്നി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ? മുഴുവൻ വിഷമമായി. നമ്മൾ ഈ വീട് വന്നിട്ടും നമ്മൾ ഒരു 1500 വന്നാണ്. അത് വന്നാണ് ഞാൻ അന്വാനിച്ച അജ്ഞാൻ. ഞാൻ ഈ രാജ്ഞാനെയോ ഈ മന്ത്രിമാരെയോ ഈ നാട്ടുകാരൊന്നും വിളിക്കില്ല. അപ്പൊ ഈ നാട്ടുകാർ എന്ന് കുറ്റം പറയണമെന്ന് നാട്ടുകാർ കുറ്റം പറയുന്നില്ല. ഈ ഞാനിന്ന നീ മയാനാവാനിന്റെ അനുവാനിയാലോന്ന് ഞാൻ പറഞ്ഞ എന്റെ നാട്ടുകാരന് എന്റെ ജീവൻ ആണ് അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഈ നാട്ടുകാർ. ഷാഫി വയനാട്ടിൽ പോകുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു. ഷാഫി എന്താ മാലിനാവാൻ പോവാണോ നന്മമരമാവാൻ പോവാണോ? ഷാഫി പറയുന്നത് ഷാഫിയെ മന്ത്രിമാരെയോ MLA മാരെയോ ഒന്നും വിളിച്ചില്ല. കയ്യിൽ കിട്ടിയ പൈസയും സഹായിച്ച പൈസയൊക്കെ ആയിട്ട് പോകാൻ. എത്ര ഷർട്ടാണ് മേടിച്ചേ? 4 ഷർട്ട് മേടിച്ചു. വേറെന്തോ മേടിച്ചേ? മുസല്ല. പിന്നെ ഒരു കരിയും മേടിച്ചു. അത് അവിടെ ചെന്നിട്ട് മേടിച്ചോ? കൊടുത്തു വിട്ടു. അപ്പം അവിടെ ഈ വാർത്ത ഉണ്ട്, ഈ നമ്മുടെ ഇസ്ലാം സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിലത്തിരുന്നൊരു തുണിയുണ്ട്, മുസല്ല എന്ന് പറയുന്ന ഒരു തുണി. മുസല്ല എന്നല്ലേ ഇതിന് പറയുന്നത്? അപ്പോൾ ഇത് അവിടെ കിട്ടുന്നില്ല. അപ്പം 2 മുസല്ലയും 4 ഷർട്ടും ഒരു കരിയൊക്കെ ആയിട്ടാണ് അരി അവിടെ ചെന്നിട്ടാണ് വാങ്ങി ഷാഫി കൊല്ലം ജില്ലയിലെ അറ്റത്ത് കിടക്കുന്ന കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വയനാട്ടിലേക്ക് പോയത്. TV ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഷാഫിക്ക് നമ്മളെയൊക്കെ പോലെ ഭയങ്കര സങ്കടമായി. അപ്പോൾ ഷാഫിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് പേര് ഷാഫിയെ കളിയാക്കാറുണ്ടല്ലേ? നാട്ടിലുള്ളവരെ കളിയാക്കാറുണ്ടോ? ഇപ്പൊ നല്ല സപ്പോർട്ടാ, കളിയാക്കലൊക്കെ മാറി. അതായത് എൻ്റെ നാട്ടിലെ എൻ്റെ സ്ഥലം കൊട്ടാരക്കരയൊക്കെ അടുത്ത് കുന്നിക്കോടാണ്, ചിലർക്കെങ്കിലും ഒക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരുപാട് നല്ല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ട്, ഒരുപാട് ചാനലുകാർ. അതായത് കൊട്ടാരക്കരയും പത്തനാപുരവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് ചാനൽ സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. അവിടെ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും അവർ ആളുകളിലേക്ക് എത്തിക്കും. അങ്ങനെ കുറേ പേര് ഷാഫിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷാഫി എപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ കണ്ടാലും ഷാഫി പറയും എൻ്റെ ഒരു വീഡിയോ എടുക്കുമോ, എൻ്റെ ഒരു വീഡിയോ. പക്ഷേ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ക്യാമറമാനോ ഒന്നും ഉണ്ടാവില്ല. ഷാഫി വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. പക്ഷേ ഈ വയനാട്ടിൽ പോകുന്ന വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഷാഫി അങ്ങോട്ട് വിളിച്ചിട്ട് എടാ സമയമുണ്ടെങ്കിൽ നീ കൊച്ചിയിലേക്ക് വാ എന്ന് പറഞ്ഞു. ഷാഫി വന്നു. വല്ലതും കഴിച്ചോ? ഇന്ന് ബസ്സിൽ വെച്ച് എന്താ ഉണ്ടായേ?
രാവിലെ 8 മണിക്ക് എന്നെ വിളിച്ച് ബസ് കയറിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈകുന്നേരം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വൈകുന്നേരം 5:30 മണിയായി. ഇപ്പോഴാണ് എത്തിയത്. എന്താ പറ്റിയ ബസ് വെച്ച്? എന്നെ 500 വെള്ളമാണ് കൂടെ 500 രൂപയും കൊണ്ടാണ് പുള്ളി അവിടെ നിന്ന് യാത്ര തിരിച്ചത്. എത്ര രൂപ ടിക്കറ്റിന്? എത്ര രൂപ? 120 രൂപ ടിക്കറ്റിനായി. അപ്പൊ കൂടി ഇരുന്ന ആള് തല ഇറങ്ങി വീണു. കയ്യിലിരുന്ന പൈസ കൊടുത്ത് പിന്നെ ആഹാരമൊക്കെ മേടിച്ചു കൊടുത്തു ഷാഫി ഇവിടെ വന്നപ്പോൾ ആദ്യമേ എന്നോട് ചോദിച്ചത് എനിക്ക് നെടുമ്പാശ്ശേരിയിലാണ് പോകേണ്ടത്, ഇവിടുന്ന് ബസ് ടിക്കറ്റിന് എത്ര രൂപ? എൻ്റെ കയ്യിൽ 50 രൂപ ഉള്ളത്. ഷാഫി വിഷമിക്കേണ്ട കേട്ടോ, ഷാഫി നമ്മളെ നാട്ടിലെത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഇന്നും ഈ യാത്ര ചെയ്യുമ്പോഴും കയ്യിലിരുന്ന ഷാഫിക്ക് അങ്ങനെ വലിയ ജോലി. ഷാഫി എന്താ ജോലി ചെയ്യുന്നത്? വണ്ടിയായിട്ട് ക്ലീനർ ജോലിക്ക് പോകും ജീപ്പില്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. വണ്ടിയിൽ ക്ലീനറായിട്ട് പോവുക, കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ കിട്ടുന്ന തുകയെന്നാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? പാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, 2 സഹോദരന്മാരുണ്ട്. ഉമ്മയുടെ ഒരു വീഡിയോ നമ്മുടെ GCN എന്ന് പറഞ്ഞ ചാനൽ അനന്തു ഷാഫിയുടെ വീട്ടിൽ പോയിട്ട് ഉമ്മയുടെ ഇട്ടൊക്കെ ഉമ്മയ്ക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് മോന്റെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ അല്ലേ. ഷാഫി എവിടെ ഡാൻസ് കളിച്ചാലും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വൈറലാ. അത് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. ഷാഫി കുന്നിക്കോടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അല്ലേ. ഷാഫി പാട്ട് പാടുവോ? പാട്ട് പാടത്തില്ല, ചുമ്മാ വെച്ചാൽ. പക്ഷെ ഷാഫി ഈ പല ചാനലിലും പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, കുഞ്ഞു വീഡിയോ ആണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഷാഫിയെ പോലെ ഒട്ടനവധി പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അറിയാവുന്ന, അവർ ഡാൻസ് പഠിക്കാനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അറിയാവുന്നതുപോലെ അവർ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കും. ഞാൻ ഷാഫിയുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ചെറിയ പെരുന്നാളിന് ആഘോഷം വരുമ്പോൾ ഞങ്ങളുടെ പച്ചില പള്ളിയിലും ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ട്. ഈ ക്രിസ്ത്യൻ പള്ളികളിലെ പെരുന്നാളിന് റാസയൊക്കെ വരുമ്പോഴും പെരുന്നാളിനും ഒക്കെ ഞങ്ങളുടെയൊക്കെ അമ്പലങ്ങളിൽ ഗാനമേളയൊക്കെ വെക്കുമ്പോഴൊക്കെ ഷാഫി വരും അല്ലേ. ഷാഫി അവരുടെ കൂടെ ഒക്കെ ഡാൻസ് കളിക്കും. നമ്മുടെ ഒരു നാട്ടിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഷാഫി എല്ലാ മേഖലകളിലും ഒക്കെ വരാറുണ്ട്. ഇത് കൂടാണ്ട് കുഞ്ഞു കുഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട് ഷാഫിക്ക് ഇല്ലയോ? ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാരാ? രാഹുൽ ഗാന്ധി. കേരളത്തിനോ? കേരളത്തിൽ നിന്ന് ആരും ഇഷ്ടമല്ലേ? അവര് പാർട്ടിക്കാരെ കേൾക്കരുത്. രാഹുൽ ഗാന്ധിയുടെ വലിയ ഫാനാണ്. ആരെ? ഗണേഷ് കുമാറിനെ ഇഷ്ടോ? രാഹുൽ ഗാന്ധിയെ ഇഷ്ടമാണ്. ഇപ്പൊ ഇടതുവശത്ത് ഇരിക്കുന്ന ഗണേഷ് കുമാറിനെ ഇഷ്ടം. ഓക്കെ, അങ്ങനെ രാഹുൽ ഗാന്ധി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഷാഫി എന്ന് പറയുന്നത്. ഷാഫിയുടേതായ രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേറെന്താ ഷാഫിക്ക് നാട്ടിൽ പറയാനുള്ള? എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. സിനിമയിലൊന്ന് അഭിനയിക്കണം, അതാണ് വലിയ ആഗ്രഹം. ഏത് വേഷം ചെയ്യാനാ ഇഷ്ടം? കൊച്ചുറോള് മുഖം ഒന്ന് കാണിച്ചാൽ മതി. എവിടെയെങ്കിലും സൈഡില്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് സംവിധായകന്മാരും സഹസംവിധായകന്മാരും ഒക്കെ ഉള്ള നാടാണ്. എവിടെയെങ്കിലും ഷാഫിക്ക് ഒരു കുഞ്ഞ് മുഖം കാണിക്കാനുള്ള ഒരു അവസരം, ഇങ്ങനെയൊക്കെ നമുക്ക് ഇവരെയൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ ഷാഫിയും കൂടി ആരെങ്കിലും ഒക്കെ ഓർത്ത് വെച്ച് വിളിക്കുക. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാനും പറയും. കേട്ടോ? വേറെ എന്താണല്ലേ? നീ കല്യാണമൊക്കെ കഴിക്കണ്ടേ? നോക്കി വെച്ചിട്ടുണ്ടോ എവിടെയും? അപ്പൊ ഉമ്മ ആ വീഡിയോക്കകത്ത് ഇങ്ങനെ പരാതി പറയുന്നുണ്ടായിരുന്നു, നാട്ടുകാരൊക്കെ ഇപ്പൊ കളിയാക്കും. ഇപ്പൊ കളിയാക്കലൊന്നും ഇല്ലല്ലോ. നീ മലയാളമാവാനാണോ യൂണിയൻ നമ്മളെ നമ്മളൊരു പറഞ്ഞു, നീ മലയാളമാവാനെ യൂണിയനാണ്. ഞാൻ പറഞ്ഞ മലയാളമാവാനല്ല, എന്റെ ജീവൻ പോയാലും സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഇപ്പൊ നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളാണ് ഷാഫിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, നീ വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ആണ്, വൈറലാവട്ടെ. ഷാഫിയെ പോലുള്ളവരും വൈറലാവട്ടെ അല്ലേ ഷാഫി? ഒരു ഡാൻസ് കൂടെ നമുക്ക് രണ്ടുപേരും കൂടെ കളിക്കാം. ഏത് ഡാൻസാ? നീലനിലവേ വെച്ച് കൊടുക്കും. സ്റ്റെപ്പ് കാണിച്ചാൽ ഞാൻ നോക്കട്ടെ. ഇങ്ങനെ കാണിച്ചോ? എങ്ങനെ കാണിക്കുന്നത്? ആള് കൂടെ കളിക്കണ്ടേ? നീ ജയിച്ചാലോ. പിന്നെ അടുത്തത് അതൊരു പല പരിപാടി. ഞാൻ കാണിക്കുന്ന പോലെ കാണിച്ചാൽ മതിയെന്ന്. ആദ്യം നീ ഒറ്റയ്ക്ക് കളിക്കാം, എന്നിട്ട് നമുക്ക് കൂടെ കളിക്കാം. നീ
ഓക്കെ, എന്തായാലും ഷാഫിയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ, സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ. അതുപോലെ ഷാഫിക്ക് കൂട്ടായിട്ടൊരു നല്ല പെൺകുട്ടിയും കൂടി കിട്ടട്ടെ. ഷാഫി നോക്കുന്നുണ്ട്, കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. കല്യാണത്തിന് ഞങ്ങളെ വിളിക്കൂ, വിളിക്കും. ചെറിയ നാണമൊക്കെ വന്നു. എന്തായാലും ഷാഫി കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകളെയൊക്കെ സഹായിക്കട്ടെ. ഷാഫിക്ക് അങ്ങനെ ആരുടെയും സഹായത്തിന് വേണ്ടിയൊന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. സഹായത്തിന് വേണ്ടിയല്ല, നമ്മുടെ നമ്മുടെ ജീവൻ പോയാലും നമ്മൾ നിൽക്കുന്നത്. അതെ, നാട്ടുകാർക്ക് ഒരു പ്രശ്നം വരുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് ഷാഫിയുടെ ആഗ്രഹം. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഷാഫി.